ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൻ മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ടാണ്. വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിരിക്കും. നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കളർ മിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് നോസിൽസ് വെച്ചിട്ട് ചെയ്യുന്നതും നോസിലിൻ്റെ പിക്കും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കൂടുതലും റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ കേക്കിൽ ഓരോ ഡെക്കറേഷൻസ് ചെയ്യുമ്പോൾ നോസിൽ കാണിക്കണം, കളർ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ എല്ലാ റിക്വസ്റ്റും കൂടി ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ബേസിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിപ്പിംഗ് ക്രീമിൽ കളർ മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ ജെൽ കളർ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രാൻഡൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ജെൽ കളർ തന്നെ ചോദിച്ച് മേടിക്കുക. ഇതുപോലത്തെ ചെറിയ ബോട്ടിലായിരിക്കും. ഏകദേശം ഒരു 100-നും 200-ൻ്റെ ഇടയിലൊക്കെയാണ് റേറ്റ് വരിക ഓരോ കളറിനും. അപ്പോൾ അത് തന്നെ മേടിക്കുക. അപ്പോൾ നമ്മൾക്ക് ക്രീമിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ മെൽറ്റ് ആവില്ല, ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് കളർ മിക്സ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന നോസിലാണിത്. അപ്പോൾ നമ്പറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഒന്നിങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നോസിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഇങ്ങനെ നമ്മളുടെ പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ക്രീം ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന നോസിൽ റോസ് പെറ്റൽ നോസിലിൻ്റെ 124 ആണ് കേട്ടോ നമ്പർ. അപ്പോൾ നമ്പർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസൈൻ കാണിച്ച് കഴിഞ്ഞിട്ടും ഞാൻ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ കുറേ പേര് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. നമ്പർ ചോദിച്ചു കഴിഞ്ഞാലും ഷോപ്പിൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഡിസൈൻ തന്നെ നിങ്ങൾ നോക്കിയെടുക്കുക. ഇനി ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ വരക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒരു പീസ് ബട്ടർ പേപ്പർ ഈ ഫ്ലവർ നെയിലിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ ഫ്ലവർ വരക്കുമ്പോൾ തെറ്റാതിരിക്കാനാണ്. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ആ സ്റ്റീലിലേക്ക് ഡയറക്റ്റ് വെക്കുമ്പോൾ ഇങ്ങനെ തെന്നി പോയിട്ട് നമുക്ക് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിൽ ഈ നോസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബോട്ടം ഭാഗം 2 വീതിയായിരിക്കും. അപ്പോൾ വീതി കുറഞ്ഞ ഭാഗം മേലേക്ക് പിടിക്കണം കേട്ടോ. എപ്പോഴും വരക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവറിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പെറ്റലിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പായിട്ടിരിക്കണം. എന്നിട്ട് ഇതുപോലെ ആർച്ച് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ച് തൊട്ട് മുന്നേ വെച്ചിട്ട് അടുത്ത പെറ്റൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഇത് ചെയ്തൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. തുടക്കക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. പക്ഷെ അത് നിങ്ങൾ എന്തെങ്കിലും ക്രീം കുറച്ച് ഇതിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തിട്ട് നിങ്ങളത് വരച്ച് തന്നെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഇത് കുറച്ച് ഞാനിങ്ങനെ നോസിലിങ്ങനെ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെയാണ് വരച്ചത്. ഇനി കുറച്ച് ഉള്ളിലേക്ക് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പറ്റും. കണ്ട, കുറച്ച് ഉള്ളിലേക്ക് ചെരിച്ചാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കും. അപ്പോൾ 2 ടൈപ്പ് ഫ്ലവർ കണ്ടില്ലേ, അത് നമ്മൾ വരക്കണതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരച്ച് ഉള്ളിലേക്ക് വരച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളൊരു റോസ് ഫ്ലവർ കിട്ടും. കണ്ടോ, അപ്പം നിങ്ങൾക്ക് 2 ഐഡിയ കിട്ടിയില്ലേ വരക്കാനായിട്ട്. കണ്ട, അതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർക്ക് ചിലപ്പോൾ ക്ലോസ് ആയിട്ട് നിൽക്കണമായിരിക്കുള്ളൂ ഇഷ്ടമാവുക, ചിലർക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണമായിരിക്കും ഇഷ്ടമാവുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വരക്കുക. അപ്പോൾ 2 ഫ്ലവർ നമ്മൾ ഈ ഒരു സെയിം നോസിൽ വെച്ചിട്ട് തന്നെ 2 ഫ്ലവർ വരച്ചു. ഇനി ഈ സെയിം നോസിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫ്ലവർ കാണിച്ചു തരാം. അപ്പോൾ ബേസിൽ അത്യാവശ്യം ക്രീം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏത് ഫ്ലവർ വരക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ തെന്നിപ്പോവും, എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അടിയിൽ നല്ല ബേസിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കേണ്ടത്. ഈ പെറ്റൽസ് തന്നെ അറ്റത്ത് നമ്മൾ ആ ഷാർപ്പായിട്ടുള്ള ഭാഗം വരണം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നമ്മളിങ്ങനെ വരച്ചെടുക്കണം. കണ്ട, ഇങ്ങനെ വരച്ചതിന് ശേഷം അടിയിലത്തായ ക്രീമോട് കൂടെ നമ്മൾ എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ കേക്ക് ബോർഡിലാണ് വെക്കണത്. കേക്കിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കേക്കിൽ കുറച്ച് ക്രീം ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ബോർഡിലായാലും അതിങ്ങനെ ഫിക്സ് ആയിരിക്കണ്ടേ. കേക്കിലാണെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ഇതെടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാൻ.
ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത ഫ്ലവർ ഇല്ലേ, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്തതിലേക്ക് കൊണ്ടുപോയത് ഇതിങ്ങനെ ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങനെ പോവാം. അപ്പോൾ വേറൊരു ടൈപ്പ് ഫ്ലവർ കിട്ടും. സെയിം പെറ്റൽസ് ഒക്കെ ചെയ്യുന്നതൊക്കെ സെയിം തന്നെ, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഡയറക്റ്റ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. മറ്റേത് നമുക്കൊരു ചെറിയൊരു ഞെറി പോലെ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ഫ്ലീറ്റ്സ് വരുന്ന പോലെ കണ്ടില്ലേ, അതുപോലെ. ഇത് പ്ലെയിൻ ആണ്. ഇനി അടുത്തൊരു ഫ്ലവർ ബേസ് കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുക, നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു സർക്കിൾ വരക്കണ പോലെ തന്നെ, കണ്ടിന്യൂസ് വരക്കണം എന്നില്ല. ഇതേപോലെ ഇങ്ങനെ മുറിച്ചായാലും കുഴപ്പമില്ല കേട്ടോ. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരക്കാം. കണ്ട വേറൊരു ടൈപ്പ് ഫ്ലവർ ആയില്ലേ, അതും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഒറ്റ നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഫ്ലവർ ചെയ്തത്. അപ്പോൾ ഈ നോസിലിൻ്റെ പല സൈസ് ഉണ്ടാവും. അപ്പോൾ പല സൈസ് വെച്ചിട്ടും ഇതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കാം. അടുത്തത് അതിൻ്റെ വലുതാണ്, റോസ് പെറ്റൽ നോസിൽ നമ്പർ 8 കേട്ടോ. അപ്പോൾ വീതി കണ്ടില്ലേ, ഒരു ഭാഗത്ത് വീതി കുറവും ഒരു ഭാഗത്ത് വീതി കൂടുതലുമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ബേസിൽ നല്ല തിക്കായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി സെയിം മെത്തേഡ് തന്നെ ചെയ്യണത്. ജസ്റ്റ് ഒരു ആർച്ചിൻ്റെ ഷേപ്പിൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കുക. വരക്കുമ്പോൾ ഉള്ളിലേക്ക് ഇത് കുറച്ചിങ്ങനെ ക്ലോസ് ആയിട്ടാണ് വരച്ചത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നിൽക്കും. ഇനി വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ പുറത്തേക്ക് അടുത്ത ഫ്ലവർ നമുക്ക് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഒരു ആർച്ചിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ നിർത്തിയ ഭാഗത്ത് തുടങ്ങരുത്, അതിൽ കുറച്ച് മുന്നേ തുടങ്ങണം. കണ്ടില്ലേ, ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ നിന്ന് അതിന് തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴായ പെറ്റലിൻ്റെ എഡ്ജൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. പിന്നെ നമ്മളെ നെയിൽ കുറച്ചും കൂടി വലുത് കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനത്തെ വലിയ ഫ്ലവർ ചെയ്യണതിന് നെയിൽസ് കിട്ടും. എൻ്റെ ഒരു മീഡിയം സൈസാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൊള്ളുന്നൊരു മാക്സിമം ലെവൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്ലവർ ഇങ്ങനെ ചെരിഞ്ഞ് വീഴും. അപ്പോൾ കണ്ട കറക്റ്റായ അറ്റം വരെയും ചെയ്യുക. ഈ വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ റൊട്ടേറ്റിംഗ് ടേബിളൊക്കെ ഇല്ലേ കേക്കിൻ്റെ, അതുമേലും ചെയ്യുക. അതുമേലും കുറച്ച് ക്രീം ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാമല്ലോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു വലിയ ഗ്ലാസ്സോ അങ്ങനെ ഇത് തന്നെ വേണമെന്നില്ല, ഗ്ലാസിൻ്റെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഫോർക്കോ സീസേഴ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി വെക്കാൻ അതുപോലെ എടുത്ത് വെക്കാട്ടോ. ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ വെക്കാറ് ഇങ്ങനെ. അപ്പോൾ ആ ബേസ് ക്രീമില്ലേ അതോടുകൂടി എടുത്ത് വെക്കാം. ഇപ്പോൾ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട്, അതിങ്ങനെ കുറേ ഫ്ലവർ ചെയ്തപ്പോൾ ഇങ്ങനെ നനവായി ഭയങ്കരമായിട്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ബേസിൽ നല്ല തിക്കായിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഫ്ലവർ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി വിടർന്ന് നിൽക്കുന്ന ടൈപ്പ് ഫ്ലവർ. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ഒരു റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷം അതിനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടോ കുറച്ചും കൂടി ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിരിഞ്ഞ് നിൽക്കും കണ്ട, കുറച്ചും കൂടി വൈഡായിട്ടുള്ള ഫ്ലവർ കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓരോ കേക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ മനസ്സിലായില്ലേ, ഓരോ ഐഡിയകൾ മനസ്സിലായില്ലേ. ക്ലോസ് ചെയ്ത് നിൽക്കണത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കണതായിട്ടുള്ള ഫ്ലവേഴ്സ് ഇത് തന്നെയാണ് എല്ലാ ഫ്ലവർ ചെയ്യുന്നതും. ഇപ്പോൾ റോസ് ഫ്ലവർ എല്ലാം ചെയ്യണതും ഈ നോസിൽ തന്നെയാണ്. സൈസിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വലുത് നിങ്ങൾ ആദ്യം ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവറിൽ ചെയ്ത് പഠിക്കുക. അതിനുശേഷം വലിയ വലിയ ഫ്ലവേഴ്സ് ചെയ്ത് പഠിക്കണമായിരിക്കും നല്ലത്. ഇനി ഇതേപോലെ തന്നെ ബേസിൽ കുറച്ച് ക്രീം കൊടുത്തിട്ട് ആ ഫ്ലവർ നമുക്ക് എടുത്തിട്ട് അതിലേക്ക് വെക്കാം. ഓക്കെ കണ്ട, അപ്പോൾ കണ്ടില്ലേ നല്ല വൈഡായിട്ട് നിൽക്കുന്ന ഫ്ലവറാണ്. ഇനി അടുത്ത ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ സൺഫ്ലവർ ആണ്. നൂറിൻ്റെ 15 ആണ് നമ്പർ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ക്രീം മിൽക്ക് ഷുഗറിൻ്റെ യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കാം. ഇനി ബട്ടർ പേപ്പറിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പെറ്റൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കിൽ ബേസ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴെ ഇങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് മേലേക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കുക. കറക്റ്റ് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എഡ്ജിൽ വന്ന് ക്രീം നിൽക്കണുണ്ടെങ്കിൽ എപ്പോഴും അത് ടിഷ്യൂ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കറക്റ്റ് നമുക്കത് വരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അടിയിൽ നല്ല പ്രസ് ആവണം കേട്ടോ. ആ പെറ്റൽ അടിയിൽ ഫിക്സ് ആയി എന്ന് ഉറപ്പ് വന്നിട്ട് മേലേക്ക് ഇങ്ങനെ വലിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ അടിയിൽ ബേസ് കൊടുത്തതുമ്പോഴാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ പുറത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പെറ്റൽസ് ബാക്കി അവിടെ ഇരിക്കും. നമുക്കത് കേക്ക് ബോർഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഇനി അടുത്തത് ഈ ഒരു സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്യണതാണ്. അപ്പോൾ കണ്ട ബേസ് ക്രീം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതുമ്മലാണ് നമ്മൾ ഫുള്ള് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫിക്സ് ചെയ്യണത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ കിട്ടൂല അതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ. ഇനി ഒരു റൗണ്ട് ആയിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കുക. സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ചും കൂടി വൈഡായിട്ടാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസോ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഇട്ടത്. അപ്പോൾ ഒരു സൺഫ്ലവറിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത്. ഇത് നമ്മൾ ഇതിന് മുന്നേ ഒരു പർപ്പിൾ കളറ് കേക്ക് ഡെക്കറേഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലിങ്കും ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഐഡിയാസ് കിട്ടും. അപ്പോൾ ഞാനിത് ഫുള്ളിങ്ങനെ ബേസ് ആയതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കളർ കൊടുത്തത്. നമുക്ക് ആ ഒരു ഫ്ലവറും അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതും ഫിക്സായി. ഇനി ഞാൻ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ സ്പ്രിങ്കിൾസാ ഷുഗർ ബോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ കൊടുത്തപ്പോൾ വേറൊരു ഭംഗിയായില്ലേ ഫ്ലവറിന്. ഇനി അടുത്തത് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ആയിട്ട് വരച്ചു കൊടുക്കണ്. ഫുള്ള് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരച്ചു കൊടുക്കണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്കാണ് കണ്ട ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കണ്ട ഇതേപോലെ പറ്റണ നല്ല ലെങ്ത്തിൽ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ആക്കി നിർത്തുക. അപ്പോൾ നമ്മൾ ആ ഉൾഭാഗം ഇപ്പോൾ യെല്ലോ ആയതുകൊണ്ട് എടുത്ത് കാണില്ല. വേറെ വല്ല കളേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലവർ. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ഫ്ലവറാണ് നമ്മൾ ഈ ഒരു നോസിൽ വെച്ച് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 നോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണിത്. ഇനി വരുന്നത് എൻ്റെ കയ്യിലുള്ളത് ചെറിയ ടൈപ്പ് നോസിൽസാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഫ്ലവർ ചെയ്യണം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സംഭവം കാണിച്ചു തരുന്നത് കുറേ പേരിൽ ഉണ്ടാവും. ഇതാണ് കപ്ലർ നമ്മൾ നോസിൽ ചേഞ്ച് ചെയ്തിടുക. നമ്മൾ നേരത്തെ ചെയ്തതിലൊക്കെ നമ്മൾ നോസിലുള്ളിലല്ലേ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്കല്ലേ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. കണ്ട ഇത് വലുതുണ്ട്. വലിയ നോസിലും നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ ആ കപ്ലറിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോസിൽ ഏതാണ് ആ നോസിൽ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടൈറ്റ് ചെയ്യണ സംഭവം എടുത്തിട്ട് നോസിൽ ഇങ്ങനെ ഏത് നോസിൽ വെച്ചാൽ വെച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ഒരു ഫ്ലവർ ചെയ്ത് ഇനി വേറൊരു ഡിസൈനിൽ ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ മാറ്റിയാൽ മതി. ഇനി അടുത്തത് ഈ നോസിലാണ്. ഇതും റോസ് പെറ്റൽ തന്നെ വരയ്ക്കണം കേട്ടോ. ചെറിയൊരു വളവ് പോലെ ഉണ്ടെന്നുള്ളൂ. വേറെ മെത്തേഡിലൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ചെയ്യണതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതിൻ്റെ എഡ്ജിന് കുറച്ചും കൂടിയും ഷാർപ്നെസ് ഉണ്ട്. കുറച്ച് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കും. മറ്റേ പെറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി തിന്നായിരിക്കും അതിൻ്റെ എഡ്ജ്. നമ്മൾ ഫ്ലവർ ചെയ്യുന്നതൊക്കെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ നോസിലൊന്ന് പരിചയപ്പെടുത്താൻ തന്നുള്ളൂ. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ട്, ഏതാണ് നല്ലതെന്ന്. 2 കൊണ്ട് വരച്ചു കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവും ഫ്ലവേഴ്സ്. ഇത് കുറച്ച് ചെറിയ നോസിലാണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തന്നെ ചെറിയ നോസിൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫ്ലവറും ചെയ്ത് കാണിച്ചാൽ അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നോസിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മാറ്റി കൊടുക്കാം. സെയിം കളർ തന്നെയാണ്. ഈ കളറ് ഈ യെല്ലോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത കളറില്ല, ആ ഒരു റെഡിൻ്റെ ഷെയ്ഡ് വരുന്നത്, അത് ഓരോ ഡ്രോപ്പ് ഇട്ടപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയത് കേട്ടോ. ഇങ്ങനെ തന്നെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്ലവറാണ് ആദ്യം വരക്കണത്. കണ്ട അതിങ്ങനെ ക്ലോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. കണ്ട കുറച്ചും കൂടി പെറ്റൽസിന് ചെറുതാണ്, പെറ്റൽസ് എല്ലാം ചെറുതാണ്. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കണ്ട അത് നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ സെയിം നോസിൽ തന്നെ റോസ് പെറ്റലിൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോസിലില്ലേ ചെറുത്, അത് വെച്ചിട്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്തില്ല ഒരു ഫ്ലവർ, അത് തന്നെ ചെറുത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട ഇങ്ങനെ ഷേക്ക് ചെയ്ത് ചെയ്യുന്നത് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ അത്രയും ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. കുറച്ച് തന്നെ ലെങ്ത് ആണ്, പക്ഷേ ഇതിൽ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ കൂടുതൽ ഫ്ലവേഴ്സിനെ പറ്റി പഠിക്കാനുള്ളവർക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇനി നമ്മളുടെ റോസ് പെറ്റലിൻ്റെ ഏറ്റവും ചെറുതിട്ടാണ്. അപ്പോൾ കുഞ്ഞ് റോസൊക്കെ വരക്കണമെങ്കിൽ ഇങ്ങനെ വരക്കാം. അപ്പോൾ കുറച്ച് പെറ്റൽസ് വരച്ച് നിർത്തിയാൽ നല്ല ചെറിയ റോസ് ഫ്ലവർ കിട്ടും. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി പെറ്റൽസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ വരച്ചിട്ട് അത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ട അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ചെറുതാണ് ആ ഇതില്ലേ
അറ്റം ചേർത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു ചെറിയ ഇപ്പോൾ റോസ് ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലവറാണ്. ബാസ്ക്കറ്റൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവർ ബാസ്ക്കറ്റൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ സെൻറ്ററിൽ വേണമെങ്കിൽ വേറെ വൈറ്റ് എന്തെങ്കിലും കളറൊക്കെ കൊടുക്കാം കേട്ടോ, ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു കളർ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത നോസിലാണ് വലുതിട്ടാ, ഏറ്റവും വലുത് നമ്മൾ ചെയ്തില്ലേ, അപ്പോൾ അത് ഡബിൾ ഷെയ്ഡ് വെച്ചിട്ട് ഫ്ലവർ ചെയ്യണതാണ് കാണിക്കണത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോസിൽ ഇങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെട്ടുള്ള ഭാഗമുണ്ട്, ആ ഭാഗത്ത് വീതി കുറഞ്ഞ ഭാഗം, നോസിലിൻ്റെ വീതി കുറഞ്ഞ ഭാഗം വരുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യാം. കണ്ടില്ലേ, ആ ഒരു വെട്ട് വരുന്ന ഭാഗത്ത്. അത് നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെറ്റലിൻ്റെ എഡ്ജ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത കളറാണ്. ആ പൈപ്പിംഗ് ബാഗ് അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് കളർ, ഇപ്പോൾ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കളർ വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഇതിനാണ് ഞാൻ വെട്ട് വരുന്ന ഭാഗത്ത് തന്നെ ആ ഒരു വീതി കുറഞ്ഞത് വെക്കാൻ പറഞ്ഞത്. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആ ഒരു സൈഡിൽ മാത്രം ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ ആയ പൈപ്പിംഗ് ബാഗിന് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിലത്തെ ക്രീം ഇങ്ങനെ അതിൻ്റെ സൈഡിൽ മാത്രം ആയി കിട്ടും. അപ്പോൾ ഒരു പെറ്റലിൻ്റെ എഡ്ജ് മാത്രം ഒരു കളർ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മതിയിട്ടാണ്, അധികം ക്രീം വേണ്ട. കൂടുതൽ ക്രീം വേണ്ടത് വൈറ്റ് ഭാഗമാണ്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയാലും ചെയ്യാം കേട്ടോ. കൂടുതൽ ക്രീം വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കുക. അപ്പോൾ ബോർഡർ കൊടുക്കേണ്ട ഭാഗം ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ബേസ് വരുന്ന ഭാഗം കൂടുതലും വൈറ്റ് തന്നെ ആയിരിക്കും ഭംഗി, അറ്റത്ത് വേറൊരു കളർ വരുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. എന്നിട്ട് കൂടുതൽ നമ്മൾ വരുന്നത് വൈറ്റ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ബാഗിൽ തന്നെ എടുത്തിട്ട് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ക്രീം ഫില്ലായിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ അത് മിക്സ് ആവാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് പിടിക്കണം. കണ്ട, അപ്പോൾ ആ ഒരു സൈഡിൽ മാത്രം ആ ഒരു കളർ വന്നു കണ്ടില്ലേ, കണ്ട. അപ്പോൾ വീതി കുറഞ്ഞ ഭാഗത്ത് വേണം ആ ഒരു കളർ ഡിഫറൻസ് വരാനായിട്ട്. ഇനി കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് കളയാം, എന്നാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരുള്ളൂ. ഇനി ചെയ്യണതൊക്കെ സെയിം മെത്തേഡ് തന്നെ, നമ്മൾ ഫ്ലവർ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വരക്കുക. കണ്ട, ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ. ഇപ്പോൾ വേറെ ഡാർക്ക് കളറൊക്കെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീമിൽ ഡാർക്ക് കളറിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്യുന്നത് വേണം. ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളർ കിട്ടും. ഇപ്പോൾ ഡാർക്ക് റെഡൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ കളർ തന്നെ ആഡ് ചെയ്യണം. ഇനി അതൊരു ഞാൻ ഡിസ്പ്ലേ സ്റ്റാൻഡിലേക്ക് വെച്ച്, മറ്റേ കേക്ക് ബോർഡിൽ സ്ഥലമില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിൽ വെച്ചത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ല ആ ഒരു ഫ്ലവറും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ബേസ് ക്രീം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അറ്റത്ത് ഇങ്ങനെ ഈ ഒരു കളർ ചേഞ്ച് വരുന്നതുകൊണ്ട് ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി ചെറിയ ഇതുപോലത്തെ ഫ്ലവർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. കണ്ട, അറ്റത്ത് ആ ഒരു സ്കിൻ കളർ പോലെ വരുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. ഇതിങ്ങനെ വരച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങണം അടുത്ത പെറ്റൽസ്, എന്നാൽ ആ ഒരു ഭംഗി അറിയുള്ളൂ. കേട്ടോ, നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കാൻ വേണം നോസിൽ. അപ്പോൾ വരക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ആകുമ്പോൾ ശരിയാവും അത്. അപ്പോൾ ഫ്ലവർ ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവണം. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്രീം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യുക, നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് പഠിക്കുക. അപ്പോൾ വരച്ച് പഠിക്കാതെ രക്ഷയില്ല. അപ്പോൾ ഫ്ലവർ ചെയ്യുന്നവരായാലും ആദ്യമൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനായാലും ആദ്യമൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയപ്പോഴാണ് ഇതുപോലൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റണത്. ക്രീം സ്റ്റിഫ് ആവാന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ്. ഓവർ സ്റ്റിഫ് ആവുകയും ചെയ്യരുത്. ഓവർ സ്റ്റിഫ് ആയാലാണ് ഇങ്ങനെ പെറ്റൽസിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കണതാണ് ഒരു ഭംഗിയില്ലാതെ. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് സ്റ്റിഫ് ചെയ്യണ മെത്തേഡൊക്കെ ഞാൻ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുക. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഈ റൈറ്റ് നോസിൽ വെച്ചിട്ട് ഒറ്റ ഹോളുള്ള നോസിലില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത്രയും കുറച്ച് നോസിലുകൊണ്ട് തന്നെ പല എത്ര വെറൈറ്റി ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല. പിന്നെ നോസിൽസ് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. കേക്ക് മെറ്റീരിയലിൻ്റെ ഷോപ്പിലായാലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വരുന്നുണ്ട് നോസിൽസ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നോസിലിൻ്റെ നമ്പർ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ നമ്പർ എടുത്ത് കാണിച്ചത്. ഈ നോസിലൊന്നും ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതല്ല, ദുബായിലൊരു ഷോപ്പിൽ നിന്ന് ഹസ്ബൻഡ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നമ്പറും നാട്ടിൽ എങ്ങനെയാണോ നമ്പർ അതൊന്നും എനിക്കറിയില്ല. കറക്റ്റ് നിങ്ങളാ ഡിസൈൻ നോക്കി മേടിക്കണതായിരിക്കും നല്ലത്. നമ്പർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ
വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.